കേരള PSC 2/8/2023 നടത്തിയ ലോവർ ഡിവിഷൻ ക്ലർക്ക് എക്സ്-സർവീസ്മാൻമാർക്ക് മാത്രമായി നടത്തിയ പരീക്ഷ NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് 2/8/2023 നടത്തിയ പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 138/2023 ആണ്. ചോദ്യം 1. VN ഭട്നാഗർ, ഡോക്ടർ രാജാരാമണ്ണ, ലക്ഷ്മണസ്വാമി മുതലിയാർ. 2. VP മേനോൻ, ഫസൽ ആലി, KM പണിക്കർ. 3. ഗുൽസാരി നന്ദ, TT കൃഷ്ണനാചാരി, CD ദേശ്മുഖ്. ഇവയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആര്? ഉത്തരം D ആണ്. ഇവ ഒന്നുമല്ല. ചോദ്യം 2. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം A ആണ്, റഷ്യൻ വിപ്ലവം. ചോദ്യം 3. പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തിസ്ത. ഇന്ത്യയിലെ ചില നദികളാണ് ഇവ. ഇവയിൽ ഗോദാവരിയുടെ പോഷക നദി ഏത്? ഉത്തരം C ആണ്, ഒന്നാമത്തേതാണ് ഗോദാവരിയുടെ പോഷക നദി, പെൻഗംഗ. ചോദ്യം 4. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ചോദ്യം 4. ഉത്തരം B ആണ്, ധാതു ഇന്ധനങ്ങൾ. ചോദ്യം 5. 1947 K. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടത്തിയത് എവിടെ? അതിൻ്റെ ഉത്തരം B ആണ്, തൃശ്ശൂർ. ചോദ്യം 6. മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? ചോദ്യം 6. ഉത്തരം A ആണ്, കോണ്ടൂർ രേഖകളാണ് ഇതാ. ചോദ്യം 7. അഹമ്മദാബാദ്, ഹാൽദിയ, സാദിയ, ധൂബ്രി, കോട്ടപ്പുറം, കൊല്ലം, കാക്കിനാട, പുതുച്ചേരി. ഇന്ത്യയിലെ ചില പ്രധാന ദേശീയ ജലപാതകളാണ് ഇവ. ഇവയിൽ NW1 ഏത്? ചോദ്യം 7. ഉത്തരം D ആണ്, 1. ചോദ്യം 7. അതിൻ്റെ ഉത്തരം D ആണ്, അലഹബാദ്, ഹാൽദിയാണ് അതിൻ്റെ ശരി. ചോദ്യം 8. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഈവാഞ്ചലിക്കൽ മിഷൻ, മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ചോദ്യം 8. ഉത്തരം C ആണ്, 3 മാത്രം. ചോദ്യം 9. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? ചോദ്യം 9. ഉത്തരം A ആണ്, UN രക്ഷാസമിതി. ചോദ്യം 10. നെല്ല്, കരിമ്പ്, ചോളം, ഗോതമ്പ് മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുള്ള വിള അല്ലെങ്കിൽ വിളകൾ ഏവ? ചോദ്യം 10. ഉത്തരം C ആണ്, 1ഉം 2ഉമാണ്. ചോദ്യം 11. സിയാൽ, ഹിൻഡാൽകോ, കൊച്ചി മെട്രോ, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ഇവയിൽ ഊർജ്ജ സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്, അത് ഏത്? ചോദ്യം 11. ഉത്തരം B ആണ്, 4ാമത്തേതാണ്, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്. ചോദ്യം 12. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? ചോദ്യം 12. ഉത്തരം D ആണ്, അതിൻ്റെ ഉത്തരം 3ാമത്തേതാണ്. ചോദ്യം 13. താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളകളിൽ ഉൾപ്പെടാത്തത് ഉത്തരം A ആണ്, കരിമ്പ്. ചോദ്യം 14. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനമേഖലകൾ താഴെ തന്നിരിക്കുന്നു. ഒഡീഷ സുന്ദർഗഡ്, കർണാടകം നീലഗിരി, തമിഴ്നാട് സേലം, ജാർഖണ്ഡ് സിംഗ്ഭം. ഇവയിൽ മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചോദ്യം 14. ഉത്തരം B ആണ്, തെറ്റായത്, 2 മാത്രം. ചോദ്യം 15. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം C ആണ്, പെട്രോളിയം. ചോദ്യം 16. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ചോദ്യം 16. ഉത്തരം D ആണ്, 1ഉം 2ഉം. ചോദ്യം 17. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം C ആണ്, വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ചോദ്യം 18. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെ? ചോദ്യം 18. ഉത്തരം A ആണ്, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കോമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് കൊമേഴ്സും. ചോദ്യം 19. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആര്?
ഉത്തരം ഡി ആണ് നിർമ്മല സീതാരാമൻ. ചോദ്യം 20. ഒന്നാം പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു ആര്? ചോദ്യം 20. ഉത്തരം സി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഒന്നാം പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. സി ഉത്തരം. ചോദ്യം 21. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത് എവിടെ? ചോദ്യം 21. ഉത്തരം എ ആണ് സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടാൻ. ചോദ്യം 22. ഡോക്ടർ PM മുബാരക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു? ചോദ്യം 22. ഉത്തരം ഡി ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ചോദ്യം 23. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം ഏത്? ചോദ്യം 23. ഉത്തരം ബി ആണ് മൺട്രോത്തുരുത്ത്, കൊല്ലം. ചോദ്യം 24. ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ഉത്തരം സി ആണ് കണ്ണൂർ ജില്ല. ചോദ്യം 25. ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിൽ? ഉത്തരം എ ആണ് ഗവർണർ. ചോദ്യം 26. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏതും? ചോദ്യം 26. ഉത്തരം ബി ആണ് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും. ചോദ്യം 27. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് ഏത് വകുപ്പിലാണ്? ചോദ്യം 27. അതിൻ്റെ ഉത്തരം ഡി ആണ് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻ്റ് ഡയറക്ടറായി. ചോദ്യം 28. UNOയുടെ ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട്? ചോദ്യം 28. ഉത്തരം ബി ആണ് ആറാമത്തെ. ചോദ്യം 28 ആറാമത്തെ റിപ്പോർട്ടാണ്. ചോദ്യം 29. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ മുഖ്യ പ്രമേയം എന്തായിരുന്നു? ചോദ്യം 29. എ ആണ് അതിൻ്റെ ഉത്തരം ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. ചോദ്യം 30. മൗലിക അവകാശങ്ങളുടെ ശില്പി ആര്? ഉത്തരം സി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം 31. കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം എ ആണ് പുറ്റടി, ഇടുക്കി. ചോദ്യം 32. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഈയിടെ ആഘോഷിച്ച ജൂബിലി എത്രാമത്തേത്? ഉത്തരം സി ആണ് രജത ജൂബിലി. ചോദ്യം 33. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഉത്തരം ഡി ആണ് ഗവർണർ. ചോദ്യം 34. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏത്? ചോദ്യം 34. ഉത്തരം സി ആണ് COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ. ഉത്തരം സി ആണ് സ്പുട്നിക്. ചോദ്യം 35. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ചോദ്യം 35. ഉത്തരം എ ആണ് അയഡിൻ. ചോദ്യം 36. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? ഉത്തരം സി ആണ് 120/80. ചോദ്യം 37. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഉത്തരം ബി ആണ് ജീവകം സി, റൈബോഫ്ലാവിൻ. ചോദ്യം 38. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി? ചോദ്യം 38. ഉത്തരം സി ആണ് ഹൃദ്യം പദ്ധതി. ചോദ്യം 39. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല ഏത്? ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല? ഉത്തരം ബി ആണ് തൃശ്ശൂർ. ചോദ്യം 40. താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? ചോദ്യം 40. ഉത്തരം ഡി ആണ് 1, 2, 3. ചോദ്യം 41. TPRൻ്റെ പൂർണ്ണ രൂപം? TPRൻ്റെ പൂർണ്ണ രൂപം? ചോദ്യം 41. ഉത്തരം ബി ആണ് ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ്. ചോദ്യം 42. 1 കിലോ മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ്? ചോദ്യം 42. ഉത്തരം സി ആണ് 9.8. ചോദ്യം 43. മഴവിൽ ഉണ്ടാകുവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ്? ചോദ്യം 43. എ ആണ് അതിൻ്റെ പ്രകീർണനം.
ചോദ്യം 44. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലമാണ്? ഉത്തരം ബി ആണ്, കൊഹീഷൻ ബലം. ചോദ്യം 45. ചന്ദ്രയാൻ 2 പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഉത്തരം എ ആണ്, മുത്തയ്യ വനിത. ചോദ്യം 46. താമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം സി ആണ്, റോജർ പെൻറോസ്. ചോദ്യം 47. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം ഏത്? ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 48. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഉത്തരം സി ആണ്, കാൽസ്യം ഓക്സൈഡ്. ചോദ്യം 49. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ചോദ്യം 49. ഉത്തരം സി ആണ്, ഡി ബ്ലോക്ക്. ചോദ്യം 50. 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ചോദ്യം 50. ഉത്തരം ഡി ആണ്, ഇമ്മാനുവേൽ ഷർപ്പൻ്റെയിൽ, ജെന്നിഫർ എ ഡൗസ്റ്റ. ചോദ്യം 51. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതിക വിദ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം എ ആണ്, ക്രിസ്പർ-കാസ്9. ചോദ്യം 51. ചോദ്യം 52. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ഉത്തരം എ ആണ്, കെ എം പണിക്കർ. ചോദ്യം 53. സാരോ ജഹാൻസെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആര്? ഉത്തരം സി ആണ്, മുഹമ്മദ് ഇക്ബാൽ. ചോദ്യം 54. ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം സി ആണ്, ജൂലൈ 5. ചോദ്യം 55. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? ചോദ്യം 55. ഉത്തരം ബി ആണ്, വി ഷിനിലാൽ. ചോദ്യം 56. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏത്? ചോദ്യം 56. ഉത്തരം ബി ആണ്, ബാലൻ. ചോദ്യം 57. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ചോദ്യം 57. ഉത്തരം സി ആണ്, ഹോക്കി. ചോദ്യം 58. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 58. ഉത്തരം ബി ആണ്, ക്രിക്കറ്റ്. ചോദ്യം 59. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ബി ആണ്, ജിമെയിൽ. ചോദ്യം 60. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ബി ആണ്, ബയോമെട്രിക് സെൻസർ. ചോദ്യം 61. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഉത്തരം ഡി ആണ്, വാൻ. ചോദ്യം 62. ഡിജിറ്റൽ എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻറ്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏത്? ഉത്തരം എ ആണ്, കൈറ്റ്, KITE. ചോദ്യം 63. സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസിന് പറയുന്ന പേര്? ചോദ്യം 63. ഉത്തരം സി ആണ്, സെഹത് OPD. ചോദ്യം 64. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ചോദ്യം 64. ഉത്തരം ബി ആണ്, പ്രസ്താവനകൾ സി ഡിയും ശരിയാണ്. ചോദ്യം 65. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? ചോദ്യം 65. ഉത്തരം ബി ആണ്, 2019. ചോദ്യം 66. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ചോദ്യം 66. ഉത്തരം ഡി ആണ്, എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ചോദ്യം 67. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമുണ്ടാകുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത്? ചോദ്യം 67. ഉത്തരം എ ആണ്, വകുപ്പ് 279. ചോദ്യം 68. കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെടുന്ന കോടതി ഏതാണ്?
ചോദ്യം 68. ഉത്തരം സി ആണ്, സെഷൻ കോർട്ട്. ചോദ്യം 69. ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്ന്? ചോദ്യം 69. എ ആണ് അതിൻ്റെ ഉത്തരം, മാർച്ച് 15. ചോദ്യം 70. ബാലവേല നിയന്ത്രിക്കുന്നതിന് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? ചോദ്യം 70. ഉത്തരം സി ആണ്, അനുച്ഛേദം 24. ചോദ്യം 71. ഒരാൾ ഒരു സാധനം 1250 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 25% ലാഭം കിട്ടി. എന്നാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് 10% നഷ്ടമുണ്ടാകും? ചോദ്യം 71. ഉത്തരം സി ആണ്, 900. ചോദ്യം 72. ഒരു സമപാർശ്വ ത്രികോണത്തിലെ തുല്യമല്ലാത്ത കോൺ 80 ഡിഗ്രി ആയാൽ തുല്യമായ കോണുകളുടെ അളവ് എത്ര? ചോദ്യം 72. ഉത്തരം സി ആണ്, 50 ഡിഗ്രി. ചോദ്യം 73. 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചതിന് ശേഷം ഒരു കുപ്പിയിലെ പാലിൻ്റെ 2/3 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. എന്നാൽ ചായയ്ക്ക് ഉപയോഗിച്ച പാൽ എത്ര ലിറ്ററാണ്? ചോദ്യം 73. ഉത്തരം സി ആണ്, 1/2 ലിറ്റർ. ചോദ്യം 74. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:2 ആകുന്നു. ചതുരത്തിൻ്റെ ചുറ്റളവ് 140 സെൻറ്റിമീറ്റർ ആയാൽ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? ഉത്തരം ബി ആണ്, 1000 സെൻറ്റിമീറ്റർ ഗ്രേഡ്. ചോദ്യം 75. ഒരു സമാന്തര പ്രോഗ്രഷനിലെ n പദങ്ങളുടെ തുക 3n² + 1 ആയാൽ 10ാം പദം എത്ര? ചോദ്യം 75. ഉത്തരം ബി ആണ്, 49. ചോദ്യം 76. ഒരു പോസിറ്റീവ് സംഖ്യയുടെ 4 മടങ്ങ് സംഖ്യയുടെ വർഗ്ഗത്തിൽ നിന്നും 96 കുറച്ചതിനോട് തുല്യമായാൽ സംഖ്യ ഏത്? ഉത്തരം സി ആണ്, 12. ചോദ്യം 77. 3, 12, 27, 48 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഉത്തരം ബി ആണ്, 75. ചോദ്യം 78. ക്ലോക്കിലെ സമയം 3:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഉത്തരം എ ആണ്, 20 ഡിഗ്രി. ചോദ്യം 79. ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും പരസ്പരം കളിച്ചപ്പോൾ ആകെ 28 കളികൾ ഉണ്ടായി എങ്കിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം എത്ര? ഉത്തരം ബി ആണ്, 8. ചോദ്യം 80. ചോദ്യം 80ൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 81. ചേഞ്ച് ഇൻറ്റു പാസീവ് വോയിസ്. ചോദ്യം 81. ഓപ്പൺ ദി വിൻഡോ. ഉത്തരം ഡി ആണ്, ലെറ്റ് ദി വിൻഡോ ബി ഓപ്പൺ. ചോദ്യം 82. യൂസ് ദി പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. എവരി വൺ ഈസ് എക്സൈറ്റഡ്. ചോദ്യം 82. ഉത്തരം സി ആണ്, ആറിൻ്റെ ദേ. ചോദ്യം 83. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ. ചോദ്യം 83. ഉത്തരം എ ആണ്, ആൻ LD ക്ലർക്ക്. ചോദ്യം 84. നോ സൂണർ ഹാഡ് ദ റിട്ടൺ ഹിസ് ഫസ്റ്റ് നോവൽ ഡാഷ് ഹി സ്റ്റാർട്ടഡ് ദി വർക്ക്. ചോദ്യം 84. ഉത്തരം സി ആണ്, ദാൻ. ചോദ്യം 85. ചേഞ്ച് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചോദ്യം 85. അതിൻ്റെ ഉത്തരം ബി ആണ്, ദ മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചോദ്യം 86. യൂസ് ദി സൂട്ടബിൾ പ്രിപ്പോസിഷൻ. ദ മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ. ചോദ്യം 86. ഉത്തരം ഡി ആണ്, ഇന്നാണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 87. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. ചോദ്യം 87. ഇതിൻ്റെ ഉത്തരം എ ആണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ചോദ്യം 88. ഫർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് ഗുഡ്. ചോദ്യം 88. ഉത്തരം എ ആണ്, ഈസ്. ചോദ്യം 89. ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ചോദ്യം 89. ഉത്തരം ഡി ആണ്, യൂസ്ഡ്. ചോദ്യം 90. ഐ ഡിസ്ലൈക്ക് ഡാഷ് വാച്ച് TV. ചോദ്യം 90. ഉത്തരം ബി ആണ്, വാച്ചിങ്. ചോദ്യം 91. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. ഉത്തരം ബി ആണ്, വിശ്വസ്തൻ. ചോദ്യം 92. കാട് പര്യായ ശബ്ദം കണ്ടെത്തുക. ഉത്തരം എ ആണ്, അടവി. ചോദ്യം 93. ഡിഗ്രി എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ. ഉത്തരം സി ആണ്, വിധി. ചോദ്യം 93ൻ്റെ ഉത്തരം വിധി. ചോദ്യം 94. ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത്. ചോദ്യം 94. എ ആണ്, കാർഷികം. ചോദ്യം 95. പിരിച്ചെഴുതുക. നിരർത്ഥം.
ഉത്തരം ഡി ആണ്, നീ അധികം അർത്ഥം. ചോദ്യം 96. ബഹുവചന ശബ്ദം കണ്ടെത്തുക. അതിൻ്റെ ഉത്തരം ബി ആണ്, കുട്ടികൾ. ചോദ്യം 97. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക. ഉത്തരം ബി ആണ്, മഹാൻ. ചോദ്യം 98. വിപരീത പദം കണ്ടെത്തുക. ആരോഹണം. ഉത്തരം സി ആണ്, അവരോഹണം. ചോദ്യം 99. ചേർത്തെഴുതുക. മഹത് അധികം ചരിതം. ഉത്തരം എ ആണ്, മഹത് ചരിതം. ചോദ്യം 100. സമാന പദം കണ്ടെത്തുക. ധരണി. ഉത്തരം എ ആണ്, ഭൂമി. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.